ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. ജൂൺ ജൂലൈ മാസത്തിലെ കറണ്ട് അഫെയർസിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2024 വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? എല്ലാ വർഷവും ജൂൺ മാസം 7-നാണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനം ആചരിക്കുന്നത്. എന്തിനാണെന്നാൽ ഭക്ഷ്യവിഷബാധയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ആഹാരത്തിലൂടെ പകരുന്ന അസുഖങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുവാനായിട്ടും. 2016 യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെയും കൂടാതെ WHO സപ്പോർട്ടോടു കൂടിയാണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനം ആചരിച്ചു തുടങ്ങുവാനുള്ള ഇനീഷ്യേറ്റീവ്സൊക്കെ ആരംഭിച്ചത്. അങ്ങനെ ആദ്യത്തെ വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനമായിട്ട് ആചരിച്ചത് 2019 ജൂൺ 7-ാം തീയതിയാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: 2024 വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു എന്നതാണ്. അപ്പോൾ തീം ഇതായിരുന്നു: പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു 2024 വേൾഡ് ഫുഡ് സേഫ്റ്റി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഈ അടുത്തിടെ സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ 2024 എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏത് ഓർഗനൈസേഷനാണ് ആ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത്? ആക്ച്വലി ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ റിപ്പോർട്ട് ഇതുപോലെ തന്നെ തന്നിട്ട് ആരാണത് പുറത്ത് വിട്ടത് എന്നൊരു ചോദ്യമേ വരുള്ളൂ. അപ്പോൾ ഒത്തിരി വലിയ ഡീറ്റെയിൽ ആയിട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആയിരുന്നു. ഈ ഒരു റിപ്പോർട്ട് 2024 പുറത്ത് വിട്ടത്. അപ്പോൾ ഇങ്ങനെ മാത്രം പഠിക്കുക. ഈ റിപ്പോർട്ട് ആരാണ് പുറത്ത് വിട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണെന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ഇതുപോലെ ഫാക്ച്വലായിട്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് വരാനായിട്ട് സാധ്യതയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ഏത് ഓർഗനൈസേഷനാണ് ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത്? അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് ഓർഗനൈസേഷനാണ്? അത് നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണ്? നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിലൂടെ 2024, 2025 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 6.4 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിലൂടെ 6.4 നിന്നും 6.6 2024-25 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റിന് ഉയർത്തുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025, 2026 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 6.5 നിന്നും 6.7 ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, നമ്മുടെ RBIയുടെ 2024-25 GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 7.2%. അതുപോലെ നമ്മുടെ NSAയുടെ GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 8.2%. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സ്പാഷ് ഇനീഷ്യേറ്റീവ് ഏത് മിനിസ്ട്രിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് മിനിസ്ട്രിയുമായിട്ടാണ്? നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ടാണ് സ്പാഷ് ഇനീഷ്യേറ്റീവ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഡിഫൻസ് പേഴ്സൺസ് ഉണ്ടല്ലോ, അവർക്ക് പെൻഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് 4 ബാങ്കുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 4 ബാങ്കുകൾ? നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അങ്ങനെ 4 ബാങ്കുകളുമായിട്ട് ചേർന്ന് നമ്മുടെ പെൻഷനൊക്കെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യുവാനായിട്ട് ഒരു പ്രവർത്തനമൊക്കെ ആയിട്ട് നമ്മുടെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതായിരുന്നു വാർത്ത. എന്തായിരുന്നു വാർത്ത എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതായിരുന്നു വാർത്ത. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: സ്പാഷ് ഇനീഷ്യേറ്റീവ് ഏത് മിനിസ്ട്രിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഏത് 2 രാജ്യങ്ങളാണ് ആർടെമിസ് അക്കോർഡ് സൈൻ ചെയ്തത്? ഈ 2 രാജ്യങ്ങൾ ചേരുന്നതിന് മുമ്പ് 40 രാജ്യങ്ങളായിരുന്നു ആർടെമിസ് അക്കോർഡ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും കൂടി ചേർന്നതോടുകൂടി അത് 42 രാജ്യങ്ങളായിട്ട് മാറുകയുണ്ടായി. 1967
ഔട്ടർ സ്പേസ് ട്രീറ്റിനെ അതിനെ പിന്തുടർന്ന് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ആർടെമിസ് അക്കോഡൊക്കെ രൂപം കൊണ്ടുവരുന്നത്. അങ്ങനെ 2020 നമ്മുടെ USA-യും നാസയും കൂടാതെ 7 ഫൗണ്ടിങ് മെമ്പേഴ്സും ചേർന്നുകൊണ്ടാണ് ആർടെമിസ് അക്കോഡ് രൂപപ്പെടുത്തിയത്. അപ്പോൾ എന്തിനാണ് ഈ അക്കോഡ് വന്നതെന്നാൽ നമ്മുടെ ബഹിരാകാശം, നമ്മുടെ ഔട്ടർ സ്പേസ്, നമുക്ക് മൂൺ എക്സ്പ്ലോറേഷനുണ്ട്, ഔട്ടർ സ്പേസിൻ്റെ എക്സ്പ്ലോറേഷനുണ്ട്, നമുക്ക് മറ്റ് ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോറേഷനൊക്കെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ആർടെമിസ് അക്കോഡ് രൂപം കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആർടെമിസ് അക്കോഡിൽ 27ാമത് ഒപ്പുവയ്ക്കപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇതും ചോദ്യം വരും, ആർടെമിസ് അക്കോഡിൽ എത്രാമത്തെ അംഗമായിട്ടാണ് അല്ലെങ്കിൽ എത്രാമത്തെ സിഗ്നേറ്ററി ആയിട്ടാണ് ഇന്ത്യ ഒപ്പുവെച്ചത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 27ാമത്തെ ഒപ്പുവയ്ക്കപ്പെട്ടതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഇന്ത്യ ആർടെമിസ് അക്കോഡിൽ 27ാമത്തെ സിഗ്നേറ്ററി ആയിട്ട് ഒപ്പുവെച്ചത്. അപ്പോൾ നമ്മുടെ ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോരാം. ഏത് 2 രാജ്യങ്ങളും കൂടി ഒപ്പുവെക്കപ്പെട്ട സമയത്താണ് 42 അംഗരാജ്യങ്ങളായത്? ഏതൊക്കെയാണ് ആ 2 രാജ്യങ്ങൾ? അത് പെറുവും അതുപോലെ തന്നെ സ്ലോവാക്യയുമാണ്. അപ്പം 41 42ാമതുമായിട്ട് നമ്മുടെ പെറുവും സ്ലോവാക്യയും വന്നു. അതിനുശേഷം പിന്നീട് ഒരു രാജ്യം കൂടി ഇതിനകത്തേക്ക് ഒപ്പുവെക്കപ്പെടുന്നുണ്ട്. ആ രാജ്യമെന്ന് പറയുന്നത് 43ാമത്തെ സിഗ്നേറ്ററി ആയിട്ട് വരുന്നത് അർമീനിയാണ്. അങ്ങനെ അർമീനിയും കൂടി വരുന്നതോടുകൂടി നമുക്കിപ്പം നിലവിൽ 43 സിഗ്നേറ്ററീസ് നമ്മുടെ ആർടെമിസ് അക്കോഡിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.